ഈ വെജിറ്റബിളിനെ കുറിച്ച് ഞാൻ പണ്ടും ഒരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ്. ഇതൊരു റൂട്ട് വെജിറ്റബിൾ ആണ്, നമ്മുടെ കിഴങ്ങ് പോലെയൊക്കെ. ഇതിന്റെ പേര് സ്വീഡൻ എന്നാണ്. ഒത്തിരി എനിക്കൊന്ന് 16ാം സെഞ്ചുറിയിൽ സ്വീഡനിലാണ് ഇത് ആദ്യമായി കണ്ടെത്തിയത്. അതുകൊണ്ടാണ് ഇത് സ്വീഡ് എന്ന് വിളിക്കപ്പെടാൻ കാരണം. എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിലുള്ളവർക്ക് ഇതൊരു പുതുതായിട്ട് കാണുന്ന ഒരു വെജിറ്റബിൾ ആയിരിക്കാം. പക്ഷെ ഇന്ന് ചിലപ്പോൾ നമ്മുടെ നാട്ടിലും ലുലുമോളിലൊക്കെ കിട്ടുന്നുണ്ടാകും, എനിക്കറിയില്ല. ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് ഇത് ട്രൈ ചെയ്ത് തുടങ്ങിയത്. ഞാൻ ചേനയ്ക്ക് പകരമായിട്ടൊക്കെ എന്റെ എല്ലാ കറികളിലും ഇത് യൂസ് ചെയ്യാറുണ്ട്. ഇന്നും ഞാൻ ഇത് വെച്ചൊരു ഡിഷ് ഉണ്ടാക്കാൻ പോവാ. അപ്പൊ പണ്ട് ഞാൻ ഈ വീഡിയോ ഇട്ടപ്പോൾ ഇത് മുറിച്ചിട്ട് ടേസ്റ്റ്, ഇതിനകത്ത് ഇത്തിരി ചെറിയൊരു മധുരം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇത് ടേസ്റ്റ് ചെയ്ത് കാണിക്കാൻ എന്നോട് കുറെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇത് മുറിച്ചിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് കാണിക്കാം. ഇത്തിരി കട്ടിയുണ്ട്, കണ്ടോ? ഇതിന്റെ ഉള്ളിൽ കണ്ടോ? ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെയായിരിക്കുന്നത്. ഇത്തിരി മധുരമുള്ള ടേസ്റ്റ് ആണ് കേട്ടോ. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ ഇംഗ്ലീഷുകാർ ഇത് റോസ്റ്റ് ചെയ്തൊക്കെ കഴിക്കാറുണ്ട്, എയർ ഫ്രയറിലൊക്കെ വെച്ച്. ഒത്തിരി ഗുണങ്ങളുണ്ട്. നമ്മുടെ കിഴങ്ങിനെക്കാട്ടിലും ഒത്തിരി ഫൈബർ കണ്ടന്റ് ഉള്ളത് ഇതിനകത്താണ്. പിന്നെ കാലറീസ് കുറവാണ്. പിന്നെ വൈറ്റമിൻ B6 അങ്ങനെ ഒത്തിരി ഉണ്ട്. ഇപ്പൊ ഇത് ഞാൻ കഴിച്ചു കാണിക്കാം. ചെറിയൊരു ഊറും മധുരമുണ്ട്, പക്ഷെ എന്നാലും കറി വെക്കുമ്പോൾ ഇത് നമുക്ക് ഫീൽ ചെയ്യത്തില്ല കേട്ടോ. അതുപോലെ 1ാം ലോക മഹായുദ്ധ സമയത്ത് അവർക്ക് ഫുഡ് ഷോർട്ടേജ് വന്ന സമയത്തൊക്കെ അവർ ഏറ്റവും അധികം ഡിപ്പെൻഡ് ചെയ്തത് ഈ ഒരു റൂട്ട് വെജിറ്റബിളിനെയാണ്. നമ്മുടെ നാട്ടിൽ പെട്ടെന്ന് മനസ്സിലാകാൻ ഇത് എനിക്ക് തോന്നുന്നു നമ്മുടെ മുള്ളങ്കി ഇല്ലേ, മുള്ളങ്കിയുടെയൊക്കെ ഒരു ഫാമിലിയിൽ പെട്ട ഒരു സാധനമാണ് ഇതും. ഇതിന്റെ ഇലയും എഡിബിൾ ആണ്, ഒത്തിരി ന്യൂട്രീഷണൽ ബെനിഫിറ്റ് ഒക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് എവിടെന്നെങ്കിലും കിട്ടുവാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ.